ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മയും അതുപോലെ തന്നെ മാനസയും കൂടി എങ്ങനെയെങ്കിലും അവരുടെ ആ വിവാഹം, അതായത് ആ താലി കിട്ടിയത് എങ്ങനെയും പൊട്ടിച്ച് വലിച്ചെറിയണം എന്നുള്ള ആലോചനയിലാണ് കേട്ടോ. ഇവിടെ വിജയം നിനക്ക് തന്നെയാണ് മനസ്സേ, അതിൽ യാതൊരു തരം സംശയവുമില്ല. എന്തായാലും ആ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഒരുക്കുക, അതാണ് നമ്മളുടെ പണി എന്ന രീതിയിലൊക്കെ മനസ്സോട് പറയുന്നുണ്ട്. ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല, നിനക്കുള്ളത് തന്നെയാണ് കേട്ടോ കൃഷ്, മറ്റാർക്കുള്ളതല്ല എന്നും മാനസി പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. മറ്റാർക്കും നമ്മൾ അതിനെ വിട്ടുകൊടുക്കില്ല എന്നും ആൻറ്റിയമ്മ പറയുന്നു. അതിനുശേഷം തന്നെ അമ്പലത്തിൽ വെച്ച് തന്നെ കൺമണി ആ ഒരു താലിമാല പൊട്ടിച്ചെറിയാനായിട്ട് നോക്കുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടേക്ക് കൃഷി വന്നിട്ട് അത് വീണ്ടും തടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ കൺമണി ഈ കാണിക്കുന്നത്, ഞാൻ നിൻ്റെ കഴുത്തിൽ കെട്ടിയത് ദൈവനിമിത്തം പോലെ തന്നെയാണ്, പക്ഷേ അതിൽ ഞാൻ ഒരുപാട് വിഷമിച്ചെങ്കിലും ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ഈ താലിമാല ഒരിക്കലും നീ പൊട്ടിച്ച് കളയരുത്. പിന്നെ ഞാൻ അപ്പോൾ ഒന്നും മിണ്ടാതിരുന്നത് ഒരിക്കലും അത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കൺമണിയോട്. അപ്പോഴത്തേനും കൺമണിക്ക് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരിക്കലും തന്നെ ഈ വിഘ്നേശ്വരനെ സാക്ഷിയാക്കി നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല എന്ന് വാക്ക് നൽകുന്നു കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയും കൃഷും വീണ്ടും ഒന്നാവാണ്. ആരും എതിർത്താലും കൺമണിയും കൃഷും ഇന്നും ഒന്നാവും. മാനസ ഒരിക്കലും തന്നെ എന്ത് വിചാരിച്ചിട്ടും എന്ത് പ്രവർത്തിച്ചിട്ടും യാതൊരു കാര്യമില്ല, കാരണം ഇവരുടെ സ്നേഹബന്ധം യഥാർത്ഥമുള്ളതാണ്, അത് സത്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് എന്നും ഒന്നായി തീരും. അങ്ങനെ കൃഷ്ണൻ കൺമണി ജീവിതത്തിൽ ഇനി ഒരിക്കലും പിരിയില്ല എന്നുള്ള ഉറപ്പോട് കൂടി തന്നെ അവിടെ സ്നേഹിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷം കഴിയുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷമായിട്ട് വീണ്ടും കാണാം.